വീട് വിൽപ്പനയ്ക്ക്. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എനിക്ക്? എന്നോട് പറഞ്ഞാ പോരെ. വീട് മാത്രമല്ല, എല്ലാം ഞാൻ വാങ്ങിച്ചോളാം. യുദ്ധത്തിൽ രാജാവ് തോറ്റാൽ എല്ലാ സ്വത്തുക്കളും അടിയറ വയ്ക്കും. രാമരാവണ യുദ്ധത്തിൽ രാവണൻ മരിച്ചപ്പോ രാവണന്റെ കാലാൾപ്പട, തേര്, സ്വർണം, വെള്ളി അങ്ങനെ ഓരോന്നായി രാമന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവസാനം ഒരാൾ വന്നു. ആരാന്നറിയോ? മണ്ടോദരി. മണ്ടോദരിയെ കണ്ടപ്പോ രാമൻ മുഖം തിരിച്ചു. ഇവിടെ ഞാൻ മുഖം തിരിക്കില്ല. ഒരുപാട് പെണ്ണുങ്ങൾക്ക് ചെല്ലും ചെലവും കൊടുത്തിരിക്കല്ലേ. കൂട്ടത്തിലൊരു ക്രിസ്ത്യാനി പെണ്ണും കിടക്കട്ടെ. നിന്റെ എല്ലാം ഞാൻ എടുക്കാം, വിലയും തരാം, കത്രീനെ അടക്കം. എടാ ചെറ്റേ, എന്റെ ചോര നീരാക്കി കാഴ്ചയാണ് നീ പറ്റിച്ചത്. നിന്റെ അന്ത്യം കണ്ട തോമടങ്ങൂ. നിനക്കെന്റെ കത്രീനെ വേണം, അല്ലടാ പട്ടി. മാതാവാണ് സത്യം. നിന്റെ തല പൊട്ടിത്തെറിച്ചു പോവാ. നീ ഞങ്ങളെ ചർച്ചയിൽ കർത്താവ് പൊറുക്കില്ല. നോക്കിക്കോ. മൂർഖൻ പാമ്പിനെയാ നോവിച്ചിരിക്കണേ. തെക്കേപ്പാട്ട് രാവുണ്ണി നായരുടെ തനിനിറം നീ കണ്ടിട്ടില്ല. ഓളനാളി നീ ഞങ്ങളെ ഒലത്തും. അവസാനമായിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയില്ല. എടുക്കില്ല. ഞാൻ ഉളിയെടുക്കില്ല. എടുത്താൽ ഇവിടെ പലതും സംഭവിക്കും. ശല്യം പോകാൻ നോക്ക. മനുഷ്യനെ മെനക്കെടുത്താതെ. നീ എന്നെ കൊണ്ട് എടുപ്പിക്കും. നോക്കിയിരിക്കാതെ വണ്ടി എടുക്ക. ഇവന്റെ ഒക്കെ നെഞ്ചത്തൂടെ കേട്ടായിരുന്നില്ല നിനക്ക്. എടുക്ക. ഇവിടുത്തെ മനഃശക്തി തളരരുത്. വ്രതം ഞാൻ ഏറ്റെടുക്കാം. ഇവിടുത്തെ ആഗ്രഹം പോലെ വേല ഗംഭീരമായിട്ട് ഞാൻ നടത്താം. അമ്മാവന് വേണ്ടി ദേവി പ്രീതിക്കായി ഞാൻ പ്രാർത്ഥിക്കാം. വേണ്ടി വന്നാൽ ദേവിയെ ആവാഹിച്ച് ഈ അകത്തളത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കാം. എന്നെ അനുഗ്രഹിക്കണം. വിപുല ഗുണകദംബേ കുമ്പിടുന്നോരിലൻപാർന്ന അപകട നിരയമ്പേ നിക്കുമോങ്കാരനമ്പേ രിപുനിരയിലമരും ചെന്നു കേറുന്നൊരമ്പേ കൃപയരുളുക എന്നിൽ ശ്രീ ചിറക്കാവിലമ്പേ. എന്റെ മനസ്സ് മുഴുവൻ ആളിക്കത്തുന്ന തീയാണ്. അതണയണമെങ്കിൽ ശ്രീദേവിയുടെ ആത്മാവിന് ശാന്തി കിട്ടണം. ഈ തീ നീ ഒന്ന് അണച്ചു തരും അമ്മേ. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. തിരുമേനി, അങ്ങയുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്ക. ആ നീചൻ രാവുണ്ണിയാരെ വിടരുത്. അവൻ നമ്മളെല്ലാവരെയും ചതിച്ചു. എന്താ കാര്യം?
ഇത്രയും കാലം അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുന്നതിന്റെ ശിക്ഷ എനിക്ക് ദൈവം തമ്പുരാൻ തന്നു. നമ്മുടെ ശ്രീദേവി കുഞ്ഞിനെ അവനും അവന്റെ മരുമോനും കൂടിയാ കൊന്നത്. ശ്രീദേവിയെ അവനും അവന്റെ മരുമോനും കൂടിയാ കൊന്നത്. ഞാൻ കണ്ടതാ തിരുമേനി. അന്ന് ശ്രീദേവി കുഞ്ഞ് മരിക്കുന്നെന്ന് വെടിക്കെട്ട് കാണാൻ കത്രീനെ കൂടെ ചെല്ലണമെന്ന് പറയാനായി വീട്ടിൽ വന്നപ്പോ എന്താ ഇന്ന് പതിവില്ലാതെ ഈ വഴിക്ക്? കത്രീനടുത്ത് എവിടെ? ചേച്ചി പള്ളി പോയിരിക്കുക. ഞാൻ ചേട്ടത്തിയെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ആ ചേട്ടൻ വന്നല്ലോ, പറഞ്ഞോളൂ. എന്താ? കുറച്ചു നാളായി കത്രീനടുത്തെ കണ്ട് ചിലത് പറയണമെന്ന് വെച്ചിട്ട്. എന്തു തന്നെയായാലും പറഞ്ഞു. ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോളാം. രാവുണ്ണിയായാലും ആളുടെ മരുമോനും കുറെ തെമ്മാടികളും ദിവസേന എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാ. ദേവേട്ടനോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ ദേവേട്ടൻ എന്തേലും ചെയ്താൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ദേവേട്ടനായിരിക്കും. ആ രാവുണ്ണിയായിരം എടുത്തത് ഞാൻ പറഞ്ഞാൽ നടക്കും തോന്നണില്ല. പിന്നെ തടിമിടുക്കുള്ള ആമ്പിള്ളേരാവുമ്പോ അല്പം തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും. അതൊന്നും അത്ര കാര്യമാക്കി കൊണ്ട് കിടക്കണ്ട. ഇന്നത്തെ കാലത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. വെടിക്കെട്ട് കാണാൻ എന്നെയും കൂടി കൂട്ടണോന്ന് കത്രീനടുത്തിയോട് പറയണം. അത് ഞാൻ പറഞ്ഞേക്കാം. എന്നാ വരട്ടെ. ആ